ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്ര അടുത്ത് ബന്ധമുള്ള അങ്ങേക്ക് അവർ ദുൽഖറിനെയായാലും പ്രണവിനെയായാലും വേറെ ആരെങ്കിലും കിട്ടുമല്ലോ എന്നാ എന്റെ ചോദ്യം. ഇപ്പൊ ഈ പടത്തിലെ മിഥുൻ എന്ന ക്യാരക്ടറെ ധ്യാൻ ശ്രീനിവാസനെ തന്നെ ചൂസ് ചെയ്യാൻ അങ്ങനെ തന്നെയായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇതിനും ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിലാ ക്യാരക്ടർ ഇയാൾ സൂട്ടാവും. അല്ല അതല്ല ധ്യാനിങ്ങനെ എൻ്റെ സ്ഥിരം എൻ്റെ പടത്തിലെ ഹീറോസായ മമ്മൂട്ടിയോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം. അല്ല ഇതിന് അയാളെ ഇട്ടെന്ന വിമർശിച്ചു ചോദിച്ചതല്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ് ഇപ്പോൾ. മലയാളത്തിലെ ഏത് താരത്തിനെ വെച്ചും പടം ചെയ്യാനുള്ള ഒരു കെൽപ്പും പാരമ്പര്യമുണ്ട് സ്വാമിയുടെ. ഇപ്പോൾ ഈ പടത്തിലെ മിഥുൻ എന്ന ക്യാരക്ടറെ ധ്യാൻ ശ്രീനിവാസനെ തന്നെ ചൂസ് ചെയ്യാൻ അങ്ങനെ തന്നെയായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇതിനും ഞാൻ ഒരുപാട് പ്രാവശ്യം ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ്. മിഥുൻ എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ പല അന്വേഷണം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ സൂട്ടബിളായിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ് ധ്യാൻ. ധ്യാനോട് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയോ ഇല്ലെങ്കിൽ ധ്യാനിനെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രത്യേക ബെനിഫിറ്റോ ഒന്നും ഉദ്ദേശിച്ചാൽ എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ ഇയാൾ സൂട്ടാവും. അല്ല അതല്ല ധ്യാനിങ്ങനെ ഇപ്പോൾ എൻ്റെ പടത്തിനകത്ത് എൻ്റെ സ്ഥിരം എൻ്റെ പടത്തിലെ ഹീറോസായ മമ്മൂട്ടിയോ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതല്ല എന്റെ ചോദ്യമല്ല, ഞാൻ പറഞ്ഞത് ധ്യാനിങ്ങനെ ഒരു കോമഡി ട്രാക്കിൽ പോകുന്ന ആളാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയ വേറൊരു തരം. അപ്പൊ അയാൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായില്ല. എല്ലാവരും പറയുന്ന പോലെ അയാളൊരു എല്ലാ സ്ഥിരം സീരിയോ ടൈപ്പ് അല്ല എന്ന് മനസ്സിലായില്ല. അയാൾക്ക് അങ്ങനെയും പറ്റും ഇല്ലേ? അല്ല ഞാൻ എനിക്കറിയാം, ഞാൻ ധ്യാനിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ മനസ്സിൽ തോന്നിയത് ഇയാൾ ഓക്കെ ആയിരിക്കും അങ്ങനെയായിട്ട്. പക്ഷേ ഇന്ന് ഒരുപാട് എതിർപ്പുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ അതിനൊക്കെ ഞാനെങ്ങനെ ഉത്തരം പറയേണ്ടത്? അയാളുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പറയാം. അല്ല എന്തിനാ അയാളെ ഇട്ടെന്ന വിമർശിച്ച് ചോദിച്ചതല്ല, ഞാൻ ചോദിച്ചത് അങ്ങേക്ക് ആരെ വേണേലും ചൂസ് ചെയ്യാവുന്ന ഘട്ടത്തിൽ. പക്ഷേ അങ്ങനത്തെ റോളല്ലല്ലോ എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ. എനിക്ക് കൺവെൻഷനലായിട്ട് എൻ്റെ സിനിമകൾ അഭിനയിക്കുന്ന ഒരു ഹീറോസിനെ കൊണ്ട് ഈ പടം ചെയ്യാൻ പറ്റില്ല. ക്യാരക്ടറൊക്കെ യോജിക്കണ്ടേ അവരുമായിട്ട്. മമ്മൂട്ടി മോഹൻലാലെന്നല്ല, മമ്മൂട്ടിയോടും മോഹൻലാലിനോടും എനിക്കത് എടുക്കാൻ പറ്റില്ല, വേറെ കഥ ആയിരിക്കും വരും. അല്ല ഇപ്പൊ മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇത്ര അടുത്ത് ബന്ധമുള്ള അങ്ങേക്ക് അവർ ദുൽഖറിനെയായാലും പ്രണവിനെയായാലും വേറെ ആരെങ്കിലും കിട്ടുമല്ലോ എന്നാ എന്റെ ചോദ്യം. അതിൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ തോന്നിയ കഥ ഇതാണ്. ഞാൻ അത് മാത്രമേ ചിന്തിച്ചത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയാണെന്നൊന്നും ഞാൻ ചിന്തിക്കാൻ പോയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. ഭാഗ്യലക്ഷ്മി ചോദിച്ചു പറഞ്ഞ പോലെ മോശം സിനിമ എസ് എൻ സ്വാമി ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിനുണ്ട്. പക്ഷേ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബ് റിവ്യൂവേഴ്സ് മോശപ്പെട്ട അഭിപ്രായങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വീഡിയോസും പുറത്ത് വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു മനസ്ഥിതി, അത് മോശപ്പെട്ട റിവ്യൂസ് വരുമ്പോൾ തന്നെ അത് പ്രേക്ഷകരെ നെഗറ്റീവായിട്ട്, മോശപ്പെട്ട റിവ്യൂസ് വരുമ്പോൾ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്നുണ്ടോ, അത് കാരണം സീക്രട്ട് എന്ന സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഒരു കള്ളത്തരവും വെള്ളം ചേർക്കാതെ പറയുകയാണ്, ഈ സിനിമ കണ്ട ഒരാളെങ്കിലും ഈ സിനിമയെക്കുറിച്ച് എന്നോട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് പലതും ലോജിക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അല്ലാതെ ഈ സിനിമ പോരാ, നന്നായിട്ടില്ല, ഇല്ലെങ്കിൽ മറ്റൊരു കാരണം ഒരാളും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വ്യത്യാസം, ഈ കഥയിലെ വ്യത്യാസം, ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. എന്നോട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് അയാൾ വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ ലൈഫിലാണിപ്പോൾ. കാരണം ഈ ജോലി സംബന്ധമായും അല്ലാതെ കുടുംബ പ്രശ്നം, അങ്ങനെ പല കാരണം. അത് പറഞ്ഞ് സ്വാമിയുടെ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് എവിടേക്കോ ഒരു ചെറിയൊരാശ്വാസം തോന്നുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് കഴിയും എന്നയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് അതിനേക്കാൾ വലിയ അപ്രിഷിയേഷൻ വേറെ ഒന്നുമില്ല.